ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇന്നൊരു അതിബാഹുലമായ സ്പാനിഷ് ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് കുഴപ്പങ്ങൾ, ഒരുപാട് കേസുകൾ, ഇതെല്ലാം കൂടിക്കുഴഞ്ഞ് അവസാനം ഓരോന്നോരോന്നായിട്ട് തെളിയുന്നതാണ് ഇതിലെ കഥ. മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ സ്പാനിഷുകാർ എപ്പോഴും മുൻപന്തിയില്ല. അവരുടെയാണ് നമ്മൾ കണ്ട ഇൻവിസിബിൾ ഗാർഡിയനൊക്കെ. ഇനിതാ മറ്റൊരു മിസ്റ്ററി ത്രില്ലർ. 3 സ്ഥലങ്ങളിൽ പരസ്പര ബന്ധമില്ലാത്ത കൊലപാതകങ്ങൾ. സാധാരണ ഇതെല്ലാം ചെയ്തത് ഒരാളായിരിക്കും, എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇതെല്ലാം ചെയ്തത് പല പല ആൾക്കാരാണ്. ഇവർക്ക് തമ്മിൽ പരസ്പര ബന്ധവുമില്ല. പിന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അന്വേഷിക്കുന്ന പോലീസുകാരനും ഒരു കൊലക്കേസിലെ പ്രതിയാവും. അവസാനം ഇതെല്ലാം കലങ്ങി തെളിയുമ്പോണ്ടല്ലോ, ഭയങ്കര ട്വിസ്റ്റാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 റിലീസ് ചെയ്ത ഇൻറ്റ്യൂഷൻ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കോളേജ് പയ്യൻ വൈകുന്നേരം കൂട്ടുകാർക്കൊപ്പം വോളിബോളൊക്കെ കളിച്ചിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞ് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ പോകുന്ന വഴിയെ ഇവനെ ഒരു കാർ ഇടിച്ച് കൊന്നുകളയും. ആ കാറുകാരൻ ആരാണെന്ന് ആർക്കും അറിയില്ല. ആ കാറിനെയും ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കവേ മറ്റൊരു സ്ഥലത്ത് 2 പോലീസുകാർ എന്തിനോ വേണ്ടി കാത്തിരിക്കുക. ഒരു ലേഡി പോലീസും ഒരു മെയിൽ പോലീസും. അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് ഇവരേതോ കിഡ്നാപ്പറെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. 2 പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയ ഒരു കിഡ്നാപ്പറെ. ആ കേസ് മെയിനായിട്ട് അന്വേഷിക്കുന്ന ജുവാനസ് ആണ് നമ്മുടെ ഹീറോ. അങ്ങേര് കാറിൽ മറ്റ് 2 പോലീസുകാരെ കയറ്റിക്കൊണ്ട് വേറെ എങ്ങോട്ടോ പോവാണ്. അപ്പൊ ആ കാറിലുള്ള ബഡ്ഡി പോലീസുകാരൻ ചോദിക്കും, നീ ഞങ്ങളെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? ബാക്കി എല്ലാ പോലീസുകാരും ലുജാൻ നഗരത്തിലാണുള്ളത്. ആ കിഡ്നാപ്പർ അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസുകാരുടെ ധാരണ. നീ എങ്ങോട്ടാണ് പോകുന്നത്? അതിന് ഹീറോ പറയും, ആ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയവൻ ഒരു റിച്വൽ സൈക്കോയാണ്. വീടിനടുത്തുണ്ടായിരുന്ന 2 പെൺകുട്ടികളെയാണ് അവൻ കിഡ്നാപ്പ് ചെയ്തത്. ഇവരയാളുടെ വീട് പരിശോധിച്ചിരുന്നു. അയാൾക്ക് മതപരമായ പല അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അതിന് ആ പെൺകുട്ടികളെ ബലി കൊടുക്കാനാണ് പുള്ളിക്കാരൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ബഡ്ഡി പോലീസുകാരൻ പറയുന്നുണ്ട്, ആ പെൺകുട്ടികൾക്ക് വെറും 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നീ ഈ കേസിൽ എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ അവർ മരണപ്പെടും. ഇവരെ ചീഫും ഹീറോയെ വിളിക്കുന്നുണ്ട്, നീ ഇതെങ്ങോട്ടാ പോയിരിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കാൻ നിന്നെ. ആ കിഡ്നാപ്പർ സിറ്റിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇത് കേട്ടിട്ട് ഹീറോ പറയും, എന്റെ ഇൻറ്റ്യൂഷനിൽ അങ്ങനെയല്ല തോന്നുന്നു. അവൻ പെൺകുട്ടികളെയും കൊണ്ട് സെലാലയിലേക്ക് പോയിട്ടുണ്ടാവും. കാരണം പുരാണത്തിൽ വിർജിൻ മേരി സെലായ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവന്റെ ഡയറി പരിശോധിച്ചതിൽ വിർജിൻ മേരി പുനർജനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ കുട്ടികളെ ബലി കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സെലായയിൽ വെച്ച് തന്നെ ആയിരിക്കും. നമ്മളത് പരിശോധിച്ചില്ലെങ്കിൽ 2 കുട്ടികൾ ഇന്ന് മരണപ്പെടുന്നു പറഞ്ഞിട്ട് ഹീറോ കോൾ കട്ട് ചെയ്ത് നേരെ സെലാലയിലേക്ക് എത്തിച്ചേരാണ്. അതൊരു വലിയ മലമ്പ്രദേശ. ആ കാടിനകത്ത് എന്താണുള്ളതെന്ന് പോലും അറിയില്ല. എന്നാലും ഹീറോ തന്റെ കൂടുള്ള പോലീസുകാരെയും കൊണ്ട് ഈ കാടിനകം മുഴുവൻ അരിച്ചു പെറുക്കാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ലേഡി പോലീസും കൂട്ടുകാരനും അവരും കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴായിരിക്കും ഈ കാടിനകത്തൊരു പഴയ വീട് ഇവർ കാണുന്നത്. അകത്തേക്ക് കയറി നോക്കുമ്പോൾ മതപരമായ പല റിച്വൽസും അതിനകത്ത് ഈ സൈക്കോ ചെയ്തതിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആ കുറ്റവാളി ഇവിടെയില്ല. നമ്മൾ വരുന്നതറിഞ്ഞ് അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന് കൂടുള്ള പോലീസ് ഹീറോയോട് ചോദിക്കുക. അതിന് ഹീറോ പറയും, ഇന്ന് രാത്രിയാണ് അവന്റെ റിച്വൽസ്. അതുകൊണ്ട് ഇവിടം വിട്ട് ഒരുപാട് ദൂരെ അവൻ പോകാനുള്ള സാധ്യതയില്ല. നമ്മൾ ചുറ്റും പരിശോധിക്കണം എന്ന് പറയും. ആ വീട്ടിൽ തന്നെ ഈ കുറ്റവാളി അല്പസമയത്തിന് മുൻപ് കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റും കാണാം. സോ അവൻ ദൂരെ പോയിട്ടുണ്ടാവില്ല. പെട്ടെന്നാണ് പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ലേഡി പോലീസുകാരി പറയും, സൗത്ത് ഈസ്റ്റിൽ നിന്നാണ് പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? ഇവരങ്ങനെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോയി നോക്കുക. അപ്പൊ അവിടെ മറ്റൊരു ഷെഡ് കാണുന്നുണ്ട്, വർക്കിംഗ് ഷെഡ്. ഈ വർക്കിംഗ് ഷെഡിനകത്തുനിന്ന് പെട്ടെന്നൊരു വെടിയൊച്ച കേൾക്കാം. ഹീറോയും ലേഡി പോലീസും ഓടിപ്പോയി നോക്കുമ്പോൾ ഇവരെ കൂടെ തന്നെ വന്ന ഒരു ചെറിയ പോലീസുകാരനുണ്ട്. അയാൾ എന്തോ കണ്ട് പേടിച്ചിരിക്കുക. അയാളാണ് ഷൂട്ട് ചെയ്തത്. നോക്കുമ്പോൾ കാണാതായ പെൺകുട്ടികളിലെ ഒരു പെൺകുട്ടിയുടെ ഹൃദയഭാഗം തുരന്ന് ഹൃദയമെടുത്ത അവസ്ഥയിൽ ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. ഈ പട്ടി അതിനെ കഴിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. അത് കണ്ട് പേടിച്ചിട്ടാണ് പോലീസുകാരൻ പട്ടിയെ ഷൂട്ട് ചെയ്തത്. കുഞ്ഞു പോലീസുകാരൻ. എന്നാൽ നമ്മുടെ ലേഡി പോലീസുകാരി ആ പട്ടികളെ പരിശോധിക്കുമ്പോൾ ആ പട്ടികളെല്ലാം തന്നെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല ഫ്രണ്ട്ലിയുമാണ്, അനാവശ്യമായിട്ട് അലമുണ്ടാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞു പെൺകുട്ടിയുടെ ഹൃദയം തുറന്നത് ആ പട്ടികളല്ല, അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന ആ സൈക്കോ തന്നെയാണ്. ഇതിലെ ഒരു പട്ടി കുറച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് കാടിനകത്തേക്ക് ഓടിപ്പോവാ. ഹീറോ പോലീസുകാരെല്ലാം ആ പട്ടിക്ക് പുറകെ പോകാൻ പറയും. ഓരോരുത്തരായി പിരിഞ്ഞ് പട്ടിക്ക് പുറകെ പോകുന്നു. അപ്പോഴായിരിക്കും ഹീറോ കാണുന്നത് കിഡ്നാപ്പർ കടത്തിയ 2ാമത്തെ പെൺകുട്ടി വെള്ളവസ്ത്രം ധരിച്ച് പേടിച്ചരണ്ട് കാട്ടിലെ ഒരു തിട്ടിന്റെ മുകളിൽ നിൽപ്പുണ്ടാവും. ഈ നേരം സൈക്കോ കാടിനകത്ത് ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി പല ട്രാപ്പുകളും പല സ്ഥലത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ട്രാപ്പ് നമ്മുടെ 2ാമത്തെ ലേഡി പോലീസിന്റെ കാലിൽ കുടുങ്ങുന്നു. വേറൊരു പോലീസുകാരൻ ആ പെണ്ണിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ഹീറോ ആ ബാക്കിയുള്ള പെൺകുട്ടിയെ രക്ഷിച്ച് പൊക്കിയെടുത്തോണ്ട് വരുന്നത്. പെട്ടെന്നായിരിക്കും ആ
സൈക്കോ ഹീറോയുടെ മുന്നിലേക്ക് ചാടി വീഴുക. അയാളുടെ കയ്യിൽ തോക്കുമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഹീറോ പകച്ചു നിൽക്കുക. പിന്നീട് കേൾക്കുന്നത് വെടിപൊട്ടുന്ന ശബ്ദ. എന്താ സംഭവിച്ചെന്നറിയില്ല. ഈ സൈക്കോ മരണപ്പെട്ടു. അയാൾ വെടിയും കൊണ്ട് കാട്ടി കിടപ്പുണ്ടാവും. ഹീറോ ആ കൊച്ചു പെൺകുട്ടിയെ പൊക്കിയെടുത്തോണ്ട് വരുന്നു. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതെന്താടാ തുടങ്ങിയപ്പോഴത്തേക്കും തീർന്നല്ലോ എന്ന് കരുതിയാൽ അങ്ങനെയല്ല. മെയിൻ സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേ ദിവസം വൈകിട്ട് ഹീറോയ്ക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ടൗണിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. പോലീസുകാരിപ്പോൾ അവിടെ അണിനിരന്നിട്ടുണ്ട്. ഹീറോ എപ്പോഴാണ് വരണേന്ന് പട്ടി പോലീസുകാരൻ ചോദിക്കും. എനിക്ക് ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തിക്കോളാം, നീ ആ പുതിയ ലേഡി പോലീസിനെ വിളിച്ചോണ്ട് പോയിക്കോന്നും പറഞ്ഞ് ഹീറോ കാർ എടുത്ത് എങ്ങോട്ടോ പുറപ്പെടുക. പെട്ടെന്നായിരിക്കും നെഞ്ചുവേദന വരുന്നത്. ഈ നേരം ഹീറോയുടെ ചീഫില്ലേ, പുള്ളിക്കാരൻ TV ന്യൂസിലൊക്കെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ കില്ലറെ ഞങ്ങൾ പിടിച്ചു. പിടിക്കാൻ നേരം അയാൾ ആത്മഹത്യ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ജീവനോടെ പിടിക്കാൻ പറ്റിയില്ല എന്നായിരിക്കും ചീഫ് പറയാ. എന്നാൽ യഥാർത്ഥത്തിൽ ഹീറോ ആ സൈക്കോയെ കൊന്നുകളഞ്ഞാണ്. അത് പോലീസുകാർ മറച്ചുവെക്കും. ഈ സമയത്ത് ഹീറോ ഏതോ ഒരു ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ വീണ്ടും ബഡ്ഡി പോലീസ് വിളിച്ചിട്ട് മരിച്ചതൊരു VIP ആണ്, നീ എന്താ എത്ര വൈകുന്നേ, എത്രയും പെട്ടെന്ന് വരാൻ നോക്കുന്നു പറയും. ഹീറോ ബോഡി ഓട്ടോപ്സിക്ക് കൊണ്ടുപോയിക്കോളൂ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളാന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഹീറോയെ ചികിത്സിക്കുന്ന ഡോക്ടർ വന്നിട്ട്, നീ ഈ കണ്ടീഷൻ ഇനിയും വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആകണം, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാമെന്ന് പറയുന്നുണ്ട്. ഹീറോ സമ്മതിക്കില്ല. മരണം വരെ ഞാൻ ജോലി ചെയ്യണം, എനിക്കിങ്ങനെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, ഇപ്പം എൻ്റെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഞാൻ പോകാമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിയുമ്പോഴാണ് മരിച്ച പെൺകുട്ടിയെ കാണിക്കുന്നത്. ഇപ്പം ടൗണിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ കാണിക്കുന്നു. സംഭവം 20 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. കഴുത്തിൽ കുത്തിയാണ് പെൺകുട്ടിയെ കൊല ചെയ്തിട്ടുള്ളത്. ഷാർപ്പായ ഒരു ചെറിയ വെപ്പൺ. ആ വെപ്പൺ എവിടെയാണെന്നറിയില്ല. ക്രൈം സീനിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കൊലയാളിയോട് എതിർത്തതിന്റെ പാടുകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഉറക്കത്തിലായിരിക്കണം പെണ്ണിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതെല്ലാം പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. അങ്ങേരാണ് പോലീസുകാരോട് ഈ ക്രൈം സീൻ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട കൊലപാതക കേസുകളിലൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ സെക്ഷലി അസാൾട്ട് ചെയ്തതിന്റെ കുഴപ്പങ്ങളൊന്നും ബോഡിയിൽ കാണുന്നില്ല. അതേപോലെ വിലപിടിച്ച സാധനങ്ങൾ ഈ വീട്ടിൽ നിന്നും കാണാതായിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും വരുത്തൻ കള്ളനാവാനുള്ള സാധ്യതയുമില്ല. ഈ സമയത്തായിരിക്കും ഹീറോ ക്രൈം സീനിലേക്ക് വരുന്നത്. ഞാൻ വൈകിപ്പോയോ, മേർഡർ വെപ്പൺ എവിടെയാണ്, എന്താ പറ്റിയതെന്ന് ഹീറോ ചോദിക്കുന്നു. മേർഡർ വെപ്പൺ ഇനിയും കിട്ടിയിട്ടില്ലെന്ന് ബാക്കിയുള്ളവർ പറയും. എപ്പോഴായിരിക്കും കൊലപാതകം നടന്നിട്ടുണ്ടാവുക എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ബോഡി കണ്ടീഷനും രക്തത്തിന്റെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ 18 മണിക്കൂറിന് മുന്നേ ഈ കൊലപാതകം നടന്നിട്ടുണ്ടാകാം. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. പോലീസുകാർ പരിശോധിക്കുമ്പോൾ ആരും ഈ വീടിന്റെ ജനലോ വാതിലുകളോ തകർത്തതായിട്ട് കാണുന്നുമില്ല. സോ ഒരു ഫോഴ്സ്ഡ് എൻട്രിയും ഇവിടെ നടന്നിട്ടില്ല. ആരാണ് ബോഡി കണ്ടതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരിയും ബോയ് ഫ്രണ്ടുമാണ് കണ്ടതെന്ന് പോലീസുകാർ പറയും. അവരവിടെ തന്നെ ബാക്കിയുള്ള പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും, റിപ്പോർട്ട് എഴുതുന്നുണ്ടാവും. ഈ നേരം ചീഫ് വന്ന് ഹീറോയോട് പറയുന്നു, ഇതൊരു VIP കേസാണ്, ഇതിൽ നിന്റെ പതിവ് സ്വഭാവം കാണിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം കുറ്റവാളിയെ നീ കൊന്നുകളഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. ആ കേസ് പരിഹരിക്കാൻ തന്നെ ഞാൻ ഒരുപാട് പാടുപെട്ടതാ. ഇതിൽ നിന്റെ പതിവ് സ്വഭാവം കാണിക്കരുത്, ഒരുപാട് മീഡിയ അറ്റൻഷൻ ഉള്ളതാണെന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ട് പോകും. അത് കഴിയുമ്പോൾ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. പട്രിഷ്യോ ഗൾവാൻ എന്ന പയ്യൻ കാറടിച്ച് കൊല ചെയ്യപ്പെട്ടു എന്നായിരിക്കും വിളിച്ച ആള് പറഞ്ഞിട്ടുണ്ടാവുക. അതേ വിവരം ചീഫിനും ആരോ വിളിച്ചു പറയുന്നുണ്ട്. ചീഫ് അപ്പോൾ ഹീറോയെ ഒരു പ്രത്യേക നോട്ടം നോക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല. പിറ്റേന്ന് നമ്മുടെ ലേഡി പോലീസുകാരിയെ ചീഫ് വിളിച്ചു വരുത്തിയിട്ട് പട്രിഷ്യോ ഗൾവാൻ എന്ന കോളേജ് പയ്യൻ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കാറടിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതൊരു സാധാരണ ഹിറ്റ് ആൻഡ് റൺ കേസായി ഞങ്ങൾ കരുതുന്നില്ല. അത് അന്വേഷിക്കാനാണ് നിന്നെ ഏർപ്പാടാക്കിയിരിക്കണമെന്ന് ചീഫ് ലേഡി പോലീസിനോട് പറയും. ഈ ലേഡിയാണ് നമ്മുടെ ഹീറോയിൻ. സോ ഹീറോയിൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും നിങ്ങളിതൊരു കൊലപാതകമാണെന്ന് വിചാരിക്കുന്നത്? ചീഫ് മറ്റൊരു ഫയൽ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ജൂലിയാന ഹെറ. ആ ജൂലിയാന മറ്റാരുമല്ല, നമ്മുടെ ഹീറോയുടെ മരിച്ചുപോയ ഭാര്യയാണ്. ഈ ഭാര്യയുടേത് സാധാരണ മരണമായിരുന്നില്ല, കൊലപാതകമായിരുന്നു. കൊന്നത് മറ്റാരുമല്ല, ഇപ്പോൾ മരിച്ചിരിക്കുന്ന ഈ പട്രിഷ്യോ ഗൾവാൻ എന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ വേറെ ആരെയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച് ഹീറോയുടെ ഭാര്യയെ ആക്സിഡന്റലി മാറ്റി ഷൂട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവര് മരണപ്പെട്ടു. ഈ കേസിൽ പ്രതിയായ ഗൾവാൻ ചെറുപ്പക്കാരൻ കുറച്ചുനാള് ജയിലിലായിരുന്നു. എന്നാൽ പ്രായം ചെറുതായതുകൊണ്ടും ഒരുപാട് അപ്പീലൊക്കെ വന്നതുകൊണ്ടും 1 മാസം മുന്നേ അവൻ റിലീസ് ചെയ്യപ്പെട്ടു. അവൻ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഹീറോ ഒരുപാട് തല്ലി പൊളിച്ച് അവന്റെ മൂക്കെല്ലാം ഉടഞ്ഞ് പയ്യൻ ആശുപത്രിയിലായിരുന്നു. വലിയ സീനാണെന്നുണ്ടായത്. ഇപ്പൊ അതേ പയ്യൻ റിലീസായപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിലെന്തായാലും നാട്ടുകാരുടെ ചോദ്യം ഉണ്ടാവും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെതിരെയായിരിക്കും ആ ചോദ്യം. അതുകൊണ്ട് DA ഓഫീസിൽ നിന്നും ഹീറോയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതും രഹസ്യമായിട്ട് തന്നെ ചെയ്യണം. മറ്റാർക്ക് കൊടുത്താലും വൃത്തിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. നീയാവുമ്പോൾ ജുവാനസിന്റെ കൂടെ തന്നെയാണല്ലോ, അതായത് ഹീറോയുടെ കൂടെ തന്നെ. നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഈ പോലീസുകാരനെ കൂടെ പറഞ്ഞുവിടാം, റൊഡോൾഫോ.
വേറൊരു പോലീസുകാരൻ കൂടെ ഉണ്ട്. നിങ്ങൾ രഹസ്യമായി അവന്റെ വിവരങ്ങളെല്ലാം കണ്ടുപിടിക്കുക, അവന് പങ്കുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഇതാണ് ചെയ്യേണ്ടതെന്ന് ചീഫ് പറയും. ഹീറോയിനും കേസ് ഏറ്റെടുക്കുന്നു. അത് കഴിയുമ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ ഹീറോയും മറ്റൊരു പോലീസുകാരനും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാം. എത്ര കാലമായി നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ചോദിക്കുമ്പോൾ 2 വർഷമായിട്ട് ബന്ധമുണ്ടെന്ന് ആ പയ്യൻ പറയും. അപ്പോഴാണ് ഈ ചെറുക്കന്റെ മുഖത്തൊരു മുറിപ്പാട് ഹീറോ കാണുന്നത്. അതെങ്ങനെ പറ്റിയതാണെന്ന് ചോദിക്കവേ ചുവരിലിടിച്ചാണെന്ന് ആ പയ്യൻ പറയും. എന്നാൽ അത് ചുവരിലിടിച്ച പാടായിട്ട് തോന്നുന്നില്ല. അതേ സമയത്ത് ഈ പെൺകുട്ടിയെ കൊന്നത് ബോയ് ഫ്രണ്ട് ആയിരിക്കുന്നു പറഞ്ഞ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള പത്രവാർത്തയും ഇത് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഹീറോ ആ പയ്യന്റെ മുഖത്തെ പാട് പരിശോധിച്ചിട്ട് ഇത് ഭിത്തിയിലിടിച്ച പാടല്ല, ഒരു പെൺകുട്ടി തല്ലിയപ്പോൾ അവളുടെ മോതിരം കൊണ്ട് മുറിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് എതിർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ബോയ് ഫ്രണ്ട് പറയും, അവൾ എന്നോട് മാത്രമല്ല അടിയുണ്ടാക്കുക, അവളെ കൂടെയുള്ള എല്ലാവരോടും അടിയുണ്ടാക്കും. ഭയങ്കര വാശിക്കാരിയാ. അന്നേ ദിവസം ഞങ്ങൾ പബ്ബിലൊരു പാർട്ടി വെച്ചിരുന്നു. ആ പാർട്ടിയിൽ ഈ മരിച്ച പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരിയും ഒപ്പം ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഈ മരിച്ച പെൺകുട്ടിയാണെങ്കിൽ വേറെ ഏതോ ഒരു പയ്യന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ബോയ് ഫ്രണ്ടിന് ഒരുപാട് ദേഷ്യം വന്നു. അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട ആ പെൺകുട്ടി, അതായത് ഗ്ലോറിയ എന്ന മരിച്ച പെൺകുട്ടി, ഗ്ലോറിയ ഈ ബോയ് ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കി അവന്റെ മോന്തയ്ക്കൊരു കുത്തും കൊടുത്തു. എന്നിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ അവളെ കണ്ടിട്ടില്ല, ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് ചെയ്തതെന്ന് ബോയ് ഫ്രണ്ട് പറയും. അപ്പൊ ഹീറോ ഈ ഗ്ലോറിയയുടെ ഫോൺ എടുത്ത് ബോയ് ഫ്രണ്ടിന് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, അവൾ അവസാനമായി അയച്ച മെസ്സേജ് നിനക്കാണ്. റോഡ്രി, എന്നോട് ക്ഷമിക്കൂ, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്, നീ എന്നെ വെറുക്കല്ലേ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വായോ, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഇതായിരുന്നു അവളുടെ അവസാന മെസ്സേജ്. ഇത് കണ്ടിട്ട് നീ ആ വീട്ടിലേക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. അത് കേട്ട ബോയ് ഫ്രണ്ട് പറയും, ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടേ ഇല്ലാന്ന്, അവന്റെ മൊബൈലിൽ ആ മെസ്സേജ് ഇല്ലതാനും. അങ്ങനെയാണെങ്കിൽ നീ തീർച്ചയായിട്ടും ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഹീറോ പറയുന്നുണ്ട്. ഈ നേരത്തായിരിക്കും ഈ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലെ ജോലിക്കാരി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ആ ജോലിക്കാരിയെ കൂടെ പോലീസുകാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. അവൾ പറയുന്ന സത്യത്തിൽ എല്ലാം പുറത്തു വരുമെന്ന് ഹീറോ ബോയ് ഫ്രണ്ടിനോട് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ലേഡി പോലീസുകാരിയില്ലേ, അവൾ ആ കാറിടിച്ച് മരിച്ച പയ്യന്റെ ക്രൈം സ്പോട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ആ പയ്യന്റെ ഓർമ്മയ്ക്കായി കൂട്ടുകാരും നാട്ടുകാരും അവന്റെ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, ഒപ്പം ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹീറോയിൻ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബൈക്കിൽ സ്റ്റൈലായ ഒരാൾ അങ്ങോട്ട് വന്ന് ഹീറോയിനെ വട്ടം വെച്ച് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കടന്നു പോകുന്നു. അതാരാണെന്ന് മനസ്സിലായില്ല. അത് കഴിയുമ്പോൾ ഹീറോയിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസുകാരനില്ലേ, ഈ പയ്യന്റെ മരണം മാത്രം അന്വേഷിക്കുന്ന പോലീസുകാരൻ, അയാളെ ഹീറോയിൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്തിന് അടുത്തെങ്ങാനുമുള്ള CCTV ഫുട്ടേജ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി പറഞ്ഞുവിടാ. എന്നാൽ അയാൾ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഓഫീസർമാർ പറയുന്ന ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ അപ്പുറം വരെ ഒരു CCTV ഇല്ല. കൊലയാളി സാക്ഷിയില്ലാ രീതിയിലാണ് കരുതിക്കൂട്ടി കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത് നമ്മുടെ ബോയ് ഫ്രണ്ടിലെ വീട്ടിലെ ജോലിക്കാരിയിലേക്ക് വരാം. അവളിപ്പോൾ സ്റ്റേഷനിലാണ്. ഹീറോ അവളെ ചോദ്യം ചെയ്യുന്നു. മരിച്ച പെൺകുട്ടി അന്ന് ഹീറോയുടെ വീട്ടിലേക്ക് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു, ബോയ് ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കി, പിന്നെ അവിടെ നിന്ന് പോയി എന്ന് പറയും. ബോയ് ഫ്രണ്ടുമായിട്ട് എന്തിനാണ് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഈ ജോലിക്കാരി എന്തോ ഒരു ഡിഷ് ഉണ്ടാക്കിയിരുന്നു, ആ ഡിഷ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് ജോലിക്കാരിയെയും ബോയ് ഫ്രണ്ടിനെയും ചീത്ത പറഞ്ഞു. എന്നിട്ടാണ് ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞ് ബോയ് ഫ്രണ്ടും കൂടെ പോകുന്നു. അവര് പാർട്ടിക്ക് പോകുന്നു. പിന്നെ ബോയ് ഫ്രണ്ട് തിരിച്ചു വന്നു ഒരു 4 മണിയായപ്പോൾ. അപ്പൊ അവന്റെ മുഖത്തൊരു പാടുണ്ടായിരുന്നു, അടി കിട്ടിയ പാട്. അതിന് ജോലിക്കാരി മരുന്നൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം രാവിലെയാണ് ഗേൾ ഫ്രണ്ടിന്റെ കൂട്ടുകാരി ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. കൂട്ടുകാരിയും ബോയ് ഫ്രണ്ടും ഒരുമിച്ച് പോയപ്പോഴാണ് ആ പെണ്ണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇതാണ് ജോലിക്കാരിയുടെ മൊഴി. മൊഴിയെടുത്ത ശേഷം ഹീറോ നേരെ ബോഡി പരിശോധിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്നു. ഹീറോയുടെ പിന്നാലെ നമ്മുടെ ലേഡി പോലീസുകാരിയും ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആശുപത്രിക്ക് അകത്തായിരിക്കുന്ന സമയത്ത് ഈ ലേഡി പോലീസുകാരി ഹീറോയുടെ കാറിനടിയിൽ ഒരു GPS ട്രാക്കർ ഘടിപ്പിക്കും. അത് കഴിഞ്ഞ് അവളും അകത്തേക്ക് പോവാണ്. ഓട്ടോപ്സി പരിശോധിച്ച ഹീറോ കണ്ടുപിടിക്കും കില്ലർ ഒരു റൈറ്റ് ഹാൻഡഡ് മനുഷ്യനാണ്. വലത് കൈകൊണ്ട് കുത്തിയതുപോലെയാണ് ആ മുറിവ് പറ്റിയിരിക്കുന്നത്. പിന്നെ ബോഡി കണ്ടു കിട്ടിയതാവട്ടെ ഇടതുവശം ചെരിഞ്ഞു കിടന്ന അവസ്ഥയിലാണ്. എന്നാൽ ബോഡിയിലുണ്ടായിരുന്ന രക്തം ക്ലോട്ട് ചെയ്തതിന്റെ പാട് അത് പിൻഭാഗത്തായിരുന്നു, സൈഡിലല്ല പിൻഭാഗത്ത്. ഒരാൾ മരണപ്പെട്ടാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ രക്തം ബോഡിയുടെ ഏറ്റവും താഴ്ന്ന സ്ഥലത്തേക്ക് വരും. എന്നിട്ട് അവിടെ കെട്ടിക്കിടന്ന് ഒരുമാതിരി നീലിച്ച കളറിലാവും. ഈ ബോഡിയിലാവട്ടെ അത് പിൻഭാഗത്തായിരുന്നു, എന്നാൽ കിടന്നിരുന്നതോ ഇടതുവശം ചെരിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ മരിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് ആരോ ബോഡിയെ ചരിച്ചു കിടത്തിയിട്ടുണ്ട്. കില്ലർ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി ആ ബോഡി ചരിച്ചു കിടത്തിയതാവാം. ഇതാണ് പോലീസിന്റെ നിഗമനം. അപ്പോൾ എന്താവശ്യത്തിനായിരിക്കും? ഇതേ ബോഡി പരിശോധിക്കുമ്പോൾ ഷോൾഡർ ഭാഗത്തായി ചുവന്ന് കല്ലിച്ച വേറൊരു പാടും കൂടെയുണ്ട്. അത് കണ്ടാൽ ബോഡി എന്തോ ഒരു കട്ടിയുള്ള വസ്തുവിന് മുകളിൽ കിടന്നായിട്ടാണ് തോന്നുന്നത്, ഒരു ചെറിയ വസ്തു. അപ്പോ
ആ വസ്തു എടുക്കാൻ വേണ്ടിയിട്ടാവണം കൊലയാളി കുറെ സമയം കഴിഞ്ഞ് ഈ ബോഡി ചരിച്ചു കിടത്തിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഇപ്പം ആരുടെ കയ്യിലാണോ അയാളാണ് യഥാർത്ഥ കൊലയാളി. ഇതുവരെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ലേഡി പോലീസ് ആവട്ടെ വീട്ടിലേക്ക് പോകാതെ മറ്റൊരു ഒളിത്താവളത്തിലേക്ക് പോകുന്നു. സംഭവം ആ ചെറുക്കന്റെ കേസ് അന്വേഷിക്കുന്നത് രഹസ്യമായിട്ട് വേണ്ടേ, അതുകൊണ്ട് ഏതൊരു ഓഫീസ് അണ്ടർഗ്രൗണ്ടിലാണ് ഇവള് റിപ്പോർട്ട് ഫയലെല്ലാം വെച്ച് അവിടുന്നായിരിക്കും ഈ കേസിന്റെ അന്വേഷണം തുടങ്ങുന്നത്. ആ പയ്യൻ മരിച്ച സമയം ഹീറോ പോലീസുകാരുടെ പരിധിയിലല്ലായിരുന്നു, അപ്പൊ ആബ്സെന്റ് ആയിരുന്നു. അത് തന്നെ വലിയൊരു സംശയത്തിന്റെ പുള്ളിയാണ്. കിട്ടുന്ന പുള്ളികളെല്ലാം ഇനി കോർത്താലേ യാഥാർത്ഥ്യം പുറത്തു വരും. അതിനാദ്യം ഈ പയ്യനെ ഇടിച്ച കാറ് കണ്ടുപിടിക്കണം. ആ കാറിനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞ് ഹീറോയിൻ ഏതോ ഒരു പോലീസുകാരനെ വിളിക്കുന്നു. പിറ്റേന്ന് ഈ മരിച്ച പയ്യന്റെ മരണച്ചടങ്ങിന് ഹീറോയിൻ ദൂരെ ചെന്ന് നിന്ന് ആരൊക്കെയാണ് വരണേന്ന് പരിശോധിക്കുന്നുണ്ട്. ആ മരണച്ചടങ്ങിലേക്ക് ഒരു റൗഡി ആയിട്ടുള്ള ബൈക്കർ വരുന്നുണ്ട്. അത് ആ മരിച്ച പയ്യന്റെ ചേട്ടനാ. ആ ചേട്ടനോട് മരിച്ച പയ്യന്റെ അമ്മ പറയും, ഇവനെ കൊന്നത് ഉറപ്പായിട്ട് ആ പോലീസുകാരനാ, എന്റെ മകന് വേണ്ടി നീ പ്രതികാരം ചെയ്യണമെന്ന്. ഈ പയ്യന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരുടെ ഫോട്ടോസും ഹീറോയിൻ എടുത്തു വയ്ക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവിടെ സ്റ്റേഷനിലേക്ക് മരിച്ച പെൺകുട്ടിയുടെ കൂട്ടുകാരിയെ വിളിച്ചു വരുത്തുന്നു. ചീഫാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അന്നേ ദിവസം എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരി പറയും, അന്ന് രാത്രി ഞാൻ അവളുടെ കൂടെ ആയിരുന്നില്ല, ഞാൻ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് നേരത്തെ തന്നെ പോയിരുന്നു. പിറ്റേന്ന് കാലത്ത് സംശയപ്പെട്ട് ബോയ്ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോഴായിരുന്നു അവള് മരിച്ചു കിടക്കുന്ന കണ്ടത്. ഈ ഉത്തരം തന്നെ ചീഫിന് സംശയം ഉണ്ടാക്കുന്നു. കാരണം ഈ കൂട്ടുകാരി താമസിക്കുന്നത് മരിച്ച പെൺകുട്ടിയുടെ കൂടെയാണ്. അവൾക്ക് വേണമെങ്കിൽ തനിയെ ചെന്ന് നോക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ആ ബോയ്ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയത്? അതിന്റെ ആവശ്യമില്ലല്ലോ, അവൾ താമസിക്കുന്ന വീടല്ലേ, നീ എന്തുകൊണ്ട് കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് പോയി എന്ന് ചീഫ് ചോദിക്കുന്നു. അതിനവൾ മറുപടിയായിട്ട് പറയും, പബ്ബിൽ വെച്ച് കൂട്ടുകാരനോടൊപ്പം ഇവൾ ഒരുപാട് വഴക്കുണ്ടാക്കി. ഞാൻ അവളെ സമാധാനിപ്പിച്ചിട്ടും അവൾ അടങ്ങിയില്ല, എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. അതിന്റെ ദേഷ്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക്. പിന്നീട് അവൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് പോയെന്ന് അവൾ പറയും. എന്നിട്ട് അവൾ കരയുന്നുണ്ട്, എന്റെ തെറ്റായിരുന്നു, എല്ലാം എന്റെ തെറ്റാ, ഞാൻ അന്ന് അവളെ കൂടെ താമസിക്കണമായിരുന്നു, എന്തു പറഞ്ഞാലും ഞാൻ അവളെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു, അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കൂട്ടായിട്ട്. ഇപ്പൊ ആ കൂട്ടുകാരി എനിക്ക് നഷ്ടപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ ചീഫ് പറയും, നീ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയി എന്നതിന് തെളിവൊന്നുമില്ല. അമ്മൂമ്മ നിന്റെ ബന്ധു ആയതുകൊണ്ട് ആ അലിബൈ ഇവിടെ വർക്ക് ആവണമെന്നില്ല. സത്യം പറ, മറയ്ക്കണ്ട, നീ നുണയാണ് പറയണേന്ന് എനിക്കറിയാം. നിന്റെ കൂട്ടുകാരിക്ക് ഒരു സാഡിസ്റ്റ് സ്വഭാവമായിരുന്നു. അവൾ എല്ലാവരെയും വെറുപ്പിച്ചിട്ടുണ്ട്, നിന്നെയും വെറുപ്പിച്ചിട്ടുണ്ട്, നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുമുണ്ട്. ആ ഒരു മനോവസ്ഥയിൽ ഏതൊരാളും ചെയ്തു പോകുന്ന കാര്യമായിരിക്കാം നീ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ നീ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്തിരിക്കാം. ഇനിയും നീ മറച്ചു വെക്കേണ്ടതില്ല. നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുറന്നു പറഞ്ഞോളൂ, എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ആ പെൺകുട്ടി പറയാണ്, അതെ പറ്റിപ്പോയി, എനിക്കങ്ങനെ സംഭവിച്ചു, ഞാൻ തന്നെയാണ് അവളെ കൊന്നത്, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നവൾ പറയും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ ലേഡിയിലേക്ക് വീണ്ടും വരുന്നു. അവൾ ഈ കൊലപാതകം നടന്ന സമയത്ത് ഹീറോയുടെ കാറ് ഈ കൊലപാതകം നടന്ന സ്ഥലത്തിന് 2 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതായത് ആ വഴിയെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഈ കാറ്. കൊലപാതകം നടന്ന ആ കൃത്യസമയത്തല്ല, നടന്ന സമയത്തിന് അടുത്തടുത്തുള്ള ഒരു സമയത്തിൽ ഹീറോ ആ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ 2 കിലോമീറ്റർ അകലെയായിരുന്നു. ആ ഒരു കാരണം വെച്ച് മാത്രം ഹീറോയാണ് കൊലയാളി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഹീറോയുടെ ഇപ്പോഴുള്ള ആക്ഷൻസും കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഹീറോയിൻ കൂടെയുള്ള പോലീസുകാരനോട് പറയും. എന്നിട്ട് ഈ മരിച്ച പയ്യന്റെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ പയ്യനും അമ്മയും കൂടെ ചേർന്ന് ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നുണ്ട്. ആ ഷോപ്പിൽ വെച്ചായിരുന്നു ഹീറോയുടെ ഭാര്യയുടെ കൊലപാതകം. ആ പയ്യൻ കടയിൽ കയറിയ കള്ളനെ ഷൂട്ട് ചെയ്ത അതായിരുന്നു ഭാര്യയ്ക്ക് പറ്റിയത്. ഇപ്പൊ ചെറുക്കന്റെ ചേട്ടൻ ആ ഏരിയയിലെ ഒരു പ്രധാന റൗഡിയാണ്. അവൻ ചിലപ്പോൾ പ്രതികാരത്തിന് വരാൻ സാധ്യതയുണ്ടെന്ന് കൂടെയുള്ള പോലീസുകാരൻ പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ ചീഫ് പോലീസുകാരനെ കാണാൻ ചെല്ലുന്നു. എന്നിട്ട് ആ മരിച്ച പെൺകുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിലെ ടൈമിങ്ങും യഥാർത്ഥത്തിൽ മരിച്ച ടൈമിങ്ങും തമ്മിൽ തെറ്റുണ്ട്. അതേപോലെ ഇപ്പൊ കുറ്റസമ്മതം നടത്തിയ പെൺകുട്ടിയും പല കാര്യങ്ങളിലും മിസ്മാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് അവളെ പ്രതി ചേർക്കാൻ പറ്റില്ല എന്ന് പറയും. അത് കേട്ട ചീഫ്, അതൊന്നും നമുക്കിനി ഒരു പ്രശ്നമല്ല, ഈ കേസ് ഇപ്പോൾ പബ്ലിക്കിൽ വലിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുക. ഓൾറെഡി ആ കൂട്ടുകാരി സമ്മതിച്ചു അവളാണ് കുറ്റം ചെയ്തത്. ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു? അവൾ സമ്മതിച്ചില്ലേ, അവളുടെ കൺഫെഷൻ എഴുതി വാങ്ങിക്കുക, നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്യുക, അത്രയും നീ ചെയ്യേണ്ടതുള്ളൂ. ഇനി കൂടുതൽ നീ ഈ കേസിൽ കുഴപ്പമുണ്ടാക്കാണ്ട് അത് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാന്ന് ചീഫ് പറയും. ആ സമയത്താണ് ടേബിളിൽ കിടക്കുന്ന മരിച്ചുപോയ പയ്യന്റെ കേസ് ഫയൽ ഹീറോ കാണുന്നു. ഇതെന്താ സംഭവം എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ചീഫ് പറയും, ആ പയ്യന്റെ മരണത്തിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, അവന്റെ മാതാവ് കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്, അവർക്ക് നിന്നെയാണ് സംശയം, ഞങ്ങൾക്ക് ഇതുവരെ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാൽ നിനക്കെതിരെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മോളിൽ നിന്ന് ഉത്തരവുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഹീറോ എഴുന്നേറ്റിട്ട് പറയും, ആ പയ്യന്റെ മരണവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എന്നെ അനാവശ്യമായി നിങ്ങൾ പ്രതി ചേർക്കരുത്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് എന്നെ കൊടുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഹീറോ ഇറങ്ങിപ്പോകുന്നു. അത് കഴിയുമ്പോൾ അന്ന് വൈകിട്ട് നമ്മുടെ ഹീറോയിൻ ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ തേടി പോകുന്നുണ്ട്.
ആ പെണ്ണിനെ കണ്ടു കിട്ടുകയും ചെയ്യും. എനിക്ക് ഡ്രഗ്സ് വേണം, വഴി കാണിക്കൂന്നും പറഞ്ഞ് ആ പെണ്ണിനെ ഹീറോയിൻ കാറിനകത്ത് കയറ്റുന്നു. കാറിനകത്ത് കയറി കഴിയുമ്പോഴാണ് ഞാൻ പോലീസുകാരിയാണ്, നിന്നെ കൊടുക്കാൻ വേണ്ടി വന്നതല്ല, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാന്ന് ഹീറോയിൻ പറയും. ആ ലേഡി സമ്മതിക്കുമ്പോൾ ഹീറോയിൻ പാട്രിഷ്യോ ഗൾവാനെ പറ്റി ചോദിക്കുകയാണ്, മരിച്ച പയ്യനെ പറ്റി. കാരണം ആ പയ്യൻ ജയിലിലായിരിക്കുമ്പോൾ ഈ ലേഡിയും ഇവരൊരു ട്രാൻസ്ജെൻഡർ ആണ്, ഇവരും ജയിലിലായിരുന്നു. അതുകൊണ്ട് ആ പയ്യന്റെ വിവരങ്ങൾ ഇവർക്കറിയാം. അവൻ സ്വഭാവത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ലേഡി പോലീസ് ചോദിക്കുമ്പോൾ ആ ട്രാൻസ്ജെൻഡർ അദ്ദേഹം പറയും, അവൻ വളരെ നല്ലൊരു പയ്യനായിരുന്നു, അങ്ങനെ കൊലപാതകിക്ക് ചേർന്നൊരു പ്രൊഫൈൽ ആയിരുന്നില്ല അവൻ്റെത്, പഠിക്കണമെന്നും ലൈഫിൽ മുന്നോട്ട് പോകണമെന്നും ആഗ്രഹമുള്ള വളരെ നല്ലൊരു പയ്യൻ. അവന് മിസ്റ്റേക്കൺലി പറ്റിയതാണ് ഈ കൊലപാതകം. അതിലവന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൊണ്ട് തന്നെ അവന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു. ഞാൻ കേട്ടത് അവന്റെ ചേട്ടനുമായി ബന്ധപ്പെട്ട ചില ഇല്ലീഗൽ ഡീറ്റെയിൽസിനെ പറ്റി അവൻ പോലീസുകാർക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു. അതുകൊണ്ടാണ് പോലീസുകാർ അവനെ റിലീസ് ചെയ്തത്. എന്നാൽ അവന്റെ ചേട്ടൻ അതിൽ അവനോട് വളരെയധികം ദേഷ്യത്തിലായിരുന്നു. റിലീസായ പയ്യനെ ചേട്ടൻ ഒരിക്കലും കൂടെ ചേർത്തിട്ടില്ല, അവൻ ഒറ്റയ്ക്കായിരുന്നു. അത്രയും വലിയൊരു തഗ്ഗിന്റെ അനിയനെയാണ് അവര് റോട്ടിലിട്ട് കൊന്നത്. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. ഇത്രയേ എനിക്കറിയുള്ളൂ എന്നും പറഞ്ഞ് ആ ട്രാൻസ്ജെൻഡർ ലേഡി ഇറങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ ഇവിടെ ഹീറോ മറ്റേതോ ഒരു പോലീസുകാരനെ വന്ന് കാണുന്നുണ്ട്. ചെറുക്കന്റെ കേസ് എവിടം വരെയായെന്ന് ഹീറോ അയാളോട് ചോദിക്കും. അയാൾ പറയും, ഹിറ്റ് ആൻഡ് റൺ കേസാണ്, ആ ഫയൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ആവും, നീ ഒന്നും പേടിക്കണ്ട, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞങ്ങൾ നിനക്ക് ചെയ്തു തരും. ആ ചെറുക്കൻ അത്ര നല്ലതൊന്നും അല്ലല്ലോ, അവൻ മരിച്ചത് നന്നായി, ജസ്റ്റിസ് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അത് കേട്ട ഹീറോ പറയും, ജസ്റ്റിസ് മരിച്ചവർക്ക് വേണ്ടിയിട്ടല്ല, ജീവിക്കുന്നവർക്കും കൂടിയാണ്. എന്റെ ജൂലിയാന മരണപ്പെട്ടു, ഇനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇതും പറഞ്ഞ് ഹീറോ അവിടുന്ന് മാറിപ്പോവാണ്. പിറ്റേ ദിവസം ഹീറോയിൻ ചീഫിനെ കണ്ടിട്ട് മരിച്ച പയ്യൻ പാട്രിഷ്യോയ്ക്ക് ഒരു ഗ്യാങ്സ്റ്റർ ചേട്ടനും ആ ചേട്ടനുമായി ബന്ധപ്പെട്ട വലിയൊരു മാഫിയ ടീമും ഉണ്ട്. ഇതിന്റെ വിവരങ്ങൾ പോലീസുകാർക്ക് ചോർത്തി കൊടുത്തിട്ടാണ് പാട്രിഷ്യോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പാട്രിഷ്യോയോട് ഒരുപാട് പേർക്ക് ദേഷ്യം ഉണ്ടാവും. അവരാരെങ്കിലും ആയിരിക്കാം അവനെ കൊന്നിട്ടുണ്ടാവുക. ഹീറോ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലെന്ന് ഹീറോയിൻ ചീഫിനോട് പറയും. അത് കേട്ട ചീഫാണെങ്കിൽ, ഈ കേസിൽ ആ പയ്യൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് അന്വേഷിക്കാനല്ല ഞാൻ നിന്നെ ഏർപ്പാടാക്കിയത്, ഹീറോയ്ക്ക് ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാ. ഹീറോയിൻ പറയും, ഹീറോയെ ആരെങ്കിലും ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെങ്കിലോ. അത് കേട്ട ചീഫ്, അതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കണ്ട, ഹീറോയ്ക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് മാത്രം അന്വേഷിച്ചിട്ട് പറയും, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ മരിച്ച പെൺകുട്ടിയുടെ കൂട്ടുകാരിയില്ലേ, ആ കൂട്ടുകാരിക്ക് ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മ ഹീറോയെ കാണാൻ വേണ്ടി വന്നിരിക്കുക. എന്റെ കൊച്ചുമോളെ ആരോ കുടുക്കിയതാണ്, അവളുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, അമ്മ 5 വർഷം മുന്നേ മരിച്ചതാ, ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക്, അവൾ ഇങ്ങനൊരു കാര്യം ചെയ്യില്ല, പാവം കുട്ടിയാ, അവൾ ആരോ കുടുക്കിയതാണ് ഇൻസ്പെക്ടർ, നിങ്ങൾ ദയവ് ചെയ്ത് അത് കണ്ടുപിടിക്കൂ. ഇത് കേട്ട ഹീറോ പറയും, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ കൊച്ചുമോള് തന്നെയാണ് DAക്ക് മുന്നിൽ അവളാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് സമ്മതിച്ചത്, ഇനി ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നല്ലേ പറയേണ്ടത്. അത് കേട്ട അമ്മൂമ്മ പറയും, എന്റെ മകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല, സ്വന്തം കൂട്ടുകാരിയെ കൊന്നിട്ട് അവൾ വീട്ടിലേക്ക് വന്ന് എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ, ആരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുക, എന്റെ മകൾ അങ്ങനെ ചെയ്തിട്ടില്ല, അവൾ ഒന്നും അറിയാത്ത പാവ, അവൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നറിയില്ല, അതുകൊണ്ട് പറ്റിയതാവും, അതിനെ നിങ്ങൾ ഉപയോഗിച്ചു. ഈ കേസിൽ പ്രതിയെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഒരാളെ കിട്ടിയപ്പോൾ ഫ്രെയിം ചെയ്തു, ദയവ് ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. നിങ്ങളൊരു നല്ല പോലീസുകാരനാണെന്ന് എനിക്കറിയാം, ഒരു ചാൻസും കൂടെ അവൾക്ക് കൊടുത്തു നോക്കൂ, ഒന്നുകൂടെ അവളോട് സംസാരിച്ചു നോക്കുമെന്ന് അമ്മൂമ്മ പറയും. ഇതനുസരിച്ച് ഹീറോയിനെ ലേഡി പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട്, ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ കഴിയില്ല, ഇനി ആ പെൺകുട്ടിയോടൊപ്പം ഒരു ലോയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അവളോടൊപ്പം വെറുതെ സംസാരിക്കാനാണെന്നും പറഞ്ഞ് ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ ചെന്ന് അവളോട് സംസാരിക്കണം, വേറൊന്നും ചോദിക്കണ്ട. ഈ കേസിൽ അവൾ എങ്ങനെയാണ് അവളുടെ കൂട്ടുകാരിയെ കൊന്നതെന്ന് ചോദിക്കുക. അത് നമ്മുടെ ഫയലിലെ ഡീറ്റെയിൽസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. കൊല ചെയ്ത വെപ്പൺ എവിടെയാണെന്നും ചോദിക്കണം. നീ ഒരു സ്ത്രീയാണ്, എന്നെക്കാൾ എളുപ്പത്തിൽ നിനക്ക് അവളോട് സംസാരിക്കാൻ കഴിയും, ധൈര്യമായിട്ട് പോകുമെന്നും പറഞ്ഞ് ഹീറോ ലേഡി പോലീസിനെ പറഞ്ഞു വിടുന്നു. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചോദ്യം ചെയ്യലൊക്കെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഹീറോയിൻ എന്നെ പേടിയുണ്ടാവും. അവൾ ഈ കൂട്ടുകാരിയോട് പറയുന്നു, ഇതെന്റെ ആദ്യ അനുഭവം, അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ട്, നീ എന്നോട് സംസാരിക്കണമെന്നില്ല, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം, ഇഷ്ടമാണെങ്കിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയും. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് കൂട്ടുകാരി പറയാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കും, നീ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് കുറ്റസമ്മതം നടത്തിയെന്ന്. അതിന് കൂട്ടുകാരി പറയാ, എനിക്കിനി ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്തിനാ, എനിക്ക് അവളില്ലാതെ പറ്റില്ല, എന്റെ എല്ലാമായിരുന്നു അവള് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അവളും പോയി, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്. ഇതും പറഞ്ഞ് കൂട്ടുകാരി കരയുമ്പം നമ്മുടെ പോലീസുകാരി അവളുടെ മാലയൂരി ഈ കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കും. എനിക്കും ഉണ്ടായിരുന്നു ജീവനിൽ പാതിയായ ഒരു കൂട്ടുകാരി, 14 വയസ്സുള്ളപ്പോഴാണ് അവൾ മരണപ്പെടുന്നത്, അവളുടെ സമ്മാനമാണ് ഈ മാല എന്നും പറഞ്ഞ് പോലീസുകാരി ആ മാല കാണിച്ചു കൊടുക്കുന്നു. അതിൽ 2 പേരുടെ പേരുകളുണ്ട്. സോ പോലീസുകാരിക്കും റിയൽ ആയിട്ടൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ മരണത്തിന്
അതായത് പോലീസുകാരുടെ കൂട്ടുകാരിയുടെ മരണത്തിന് ഞാനാണ് കാരണമെന്ന് വിചാരിച്ച് ഒരുപാട് നാൾ ഞാൻ വിഷമത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒരുപാട് സ്നേഹിച്ചാൽ ആ വിഷമം ഉണ്ടാവും, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും പറയുന്നു നീ ഇന്നസെന്റ് ആണെന്ന്, നീ അത് ചെയ്തിട്ടുണ്ടാവില്ല. സോ കൂടുതലൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നീ എങ്ങനെയാണ് അവളെ കൊന്നതെന്ന് പറയും, എവിടെ വെച്ചിട്ടാണ് സംഭവിച്ചത്? ഇതും ചോദിച്ച് ഹീറോയിൻ ആ ബെഡ്റൂമിന്റെ ഒരു ഡ്രോയിങ്സ് കാണിച്ചു കൊടുക്കുന്നു. കൂട്ടുകാരി ബെഡിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കൊന്നതെന്ന് പറയും. എങ്ങനെയാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കത്തിയെടുത്തു, കുത്തി കൊന്നു, എനിക്കത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ വെപ്പൺ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല, ഞാനത് അവിടെ തന്നെ ഇട്ടിട്ട് പോയി എന്നാണ് കൂട്ടുകാരി പറയുക. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും 5 മിനിറ്റ് കഴിഞ്ഞെന്നും പറഞ്ഞ് അവിടുത്തെ ഓഫീസർമാർ വന്ന് ഹീറോയിനെ ഇറക്കി വിടും. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി പെണ്ണല്ല കൊന്നിട്ടുള്ളത്. കാരണം ക്ലിയർ ഡീറ്റെയിൽ ആയിട്ട് അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല, അവൾക്ക് അറിയില്ല കാര്യങ്ങൾ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയിൻ ലേഡി പിറ്റേ ദിവസം കാറിടിച്ച് മരിച്ച പയ്യന്റെ ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അവിടെ ആ പയ്യന്റെ അമ്മയുണ്ടാവും. ഭിത്തിയിൽ ആ പയ്യന്റെ ഫോട്ടോ കാണുമ്പോൾ ഇത് നിങ്ങളുടെ മകനാണോ എന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അവൾ പോലീസുകാരിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. അത് എൻ്റെ മകനായിരുന്നു, അവന് പൈലറ്റ് ആവാൻ വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല, അവരവനെ കൊന്നുകളഞ്ഞു, എൻ്റെ മകനെ ഇല്ലാതാക്കി. ഇതും പറഞ്ഞ് കരഞ്ഞിട്ട് നിങ്ങൾ എടുത്ത സാധനത്തിന് 150 രൂപയാണ്, തന്നിട്ട് പൊക്കോളൂ എന്ന് പറയും. കൂടുതലൊന്നും ആ ലേഡി പറയുന്നില്ല. ഹീറോയിന് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ല. അവൾ മിണ്ടാതെ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നു. ആ നേരം ഹീറോയും ബഡ്ഡി പോലീസുകാരൻ ഹീറോയോട് പറയും, മരിച്ച പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് അല്ലേ, അവന്റെ ഫോണിൽ മെസ്സേജ് ഒന്നുമില്ല, പിന്നെങ്ങനെയാണ് അവൻ കുറ്റക്കാരനാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുക? അവൻ പറയുന്ന കാര്യങ്ങൾ പലതും സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട ഹീറോ പറയും, അവൻ പറയുന്നത് സത്യമാണ്, പക്ഷെ അതിൽ ഒരുപാട് കള്ളങ്ങളുണ്ട്. സംഭവം ഈ ബോയ്ഫ്രണ്ടും അവന്റെ വീട്ടിലെ ജോലിക്കാരിയും തമ്മിൽ ഒരു അനധികൃത അവിഹിത ബന്ധമുണ്ട്. അത് മരിച്ച പെൺകുട്ടി കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് അവള് ഈ ബോയ്ഫ്രണ്ടിന്റെ മോന്തയ്ക്ക് നോക്കിയൊരു കുത്തു കൊടുത്ത്. എന്നാൽ കഥ അവൻ മാറ്റി പറയുക ചെയ്ത്. ഈ കുത്തുകൊണ്ട പയ്യൻ നേരെ വീട്ടിലേക്ക് വരുന്നു. ജോലിക്കാരി അവന് ശുശ്രൂഷയൊക്കെ കൊടുത്ത് കിടത്തുന്നുണ്ട്. അപ്പോഴാണ് ഗേൾഫ്രണ്ടായ മരിച്ച പെൺകുട്ടിയുടെ മെസ്സേജ് ഈ ചെറുക്കന്റെ മൊബൈലിലേക്ക് വരുന്നത്. അതിനെ ആ ജോലിക്കാരി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇവൻ കാണണ്ടെന്ന് പറഞ്ഞിട്ട്. കണ്ട അവളെ കാണാൻ വേണ്ടി ഇവൻ ഇറങ്ങിപ്പോയാലോ, ആ ഒരു അസൂയ കൊണ്ട്. ഇതായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. ഇതെല്ലാം ഹീറോ കണ്ടുപിടിച്ച, ഇൻറ്റ്യൂഷനിലൂടെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. എന്നാൽ ഇതെല്ലാം പോരാതെ ആ കൂട്ടുകാരി, അതായത് ഇപ്പൊ കസ്റ്റഡിയിലുള്ള കൂട്ടുകാരി മിനർവ, ആ മിനർവയുടെ കൺഫെഷൻ, കുറ്റസമ്മതം ഈ കേസുമായിട്ട് ആഡ് ഓൺ ആവുന്നില്ല. ഒരുപാട് ഡീറ്റെയിൽസ് മിസ്സിംഗാ. ആ പെൺകുട്ടിയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡാ, കില്ലർ റൈറ്റ് ഹാൻഡഡും. അവള് പറയുന്ന സ്ഥലം, അതായത് അവള് കൊന്നു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നല്ല ബോഡി കിട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. അതേപോലെ ബോഡി ചരിഞ്ഞാണ് കിടന്നിരുന്നത്. പിന്നെ മേർഡർ വെപ്പണും മിസ്സിംഗ് ആണ്. ഇതെല്ലാം കൊണ്ട് നമുക്ക് അവളാണ് കുറ്റവാളി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അവള് കൺഫസ് ചെയ്താലും അവള് കൊടുത്ത മൊഴിയും നമ്മുടെ കയ്യിലുള്ള എവിഡൻസും തമ്മിൽ മാച്ച് ആവുന്നില്ല. സോ കോടതി ഇത് ഏറ്റെടുക്കില്ല. ഇതെല്ലാം പറഞ്ഞ് ഹീറോ ഇറങ്ങാൻ നേരം ആ ബഡ്ഡി പോലീസുകാരൻ ചോദിക്കും, ഡിപ്പാർട്ട്മെന്റിൽ ഒരു സംസാരം ഉണ്ടല്ലോ, നിന്റെ ഭാര്യയെ കൊന്ന ആ പയ്യനെ നീയാണ് കൊന്നെന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്തോ? ഇത് കേട്ട ഹീറോ ചോദിക്കും, നീ എന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 8-10 വർഷമായില്ലേ? എന്നോടെങ്ങനെ നിനക്ക് ഈ ചോദ്യം ചോദിക്കാൻ തോന്നി? ഞാൻ ഒരിക്കലും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ? അത് കേട്ട കൂട്ടുകാരൻ പറയും, എനിക്കറിയാം, എന്നാലും ചോദിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാന്നും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോകും. ഇതെല്ലാം കഴിഞ്ഞ് ആ പെൺകുട്ടി മരിച്ച വീട്ടിലേക്ക് ഹീറോ വീണ്ടും ചെല്ലുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. ഹീറോടൊപ്പം നമ്മുടെ ലേഡി പോലീസും ഉണ്ടാവും, ഹീറോയിനും ഉണ്ടാവും. അവൾ ആ കൂട്ടുകാരിയുടെ മുറിയിൽ നിന്നും മിനർവയുടെ മുറിയിൽ നിന്നും ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് കണ്ടുപിടിക്കുന്നുണ്ട്. ആ ബോക്സിനകത്ത് ജ്വല്ലറി ഒന്നുമില്ല. ഈ നേരം ഹീറോ ആ മരിച്ച പെൺകുട്ടിയുടെ മുറിക്കകത്ത് ഡോറിൽ എന്തോ കുഴപ്പമുള്ളതായിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് അങ്ങേര് ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണ്, നിനക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ പറയും, എനിക്കൊരു ബോക്സ് കിട്ടി, ഈ ബോക്സിൽ ഒരു ഫ്രഞ്ച് ജ്വല്ലറിയുടെ പേരുണ്ട്. ആ ജ്വൽസ് ആണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവാ. മിനർവയെ പോലൊരു സാധാരണ പെൺകുട്ടിക്ക്, അതായത് ആ കൂട്ടുകാരിയെ പോലൊരു സാധാരണ പെൺകുട്ടിക്ക് ഇത്രയും വിലപിടിപ്പുള്ള ജ്വൽസ് ഒന്നും വാങ്ങാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഇതിവിടെ വന്നു? അപ്പൊ ഹീറോ, ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് മരിച്ച പെൺകുട്ടിയുടെ റൂമിലെ ഡോർ കാണിച്ചു കൊടുക്കുന്നു. ആ റൂമിനൊരു കോർട്ട്യാർഡുണ്ട്. ആ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങുന്ന ഡോർ ലോക്ക്ഡ് ആണെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ആ ലോക്കിനൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതിൽ കാണാൻ ലോക്ക്ഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഡോർ ലോക്ക്ഡ് അല്ലായിരുന്നു, അതിന്റെ ലോക്ക് പൊട്ടിയിട്ടുണ്ട്. ഇത് ഫോറൻസിക് ആൾക്കാർ ശ്രദ്ധിച്ചില്ല. ലോക്ക്ഡ് എന്ന് കണ്ടപ്പം അവരാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ ഈ കോർട്ട്യാർഡ് വഴി അകത്തേക്ക് വന്നിട്ടുണ്ടാകും, നോക്കട്ടെ എന്നും പറഞ്ഞ് കോർട്ട്യാർഡിന്റെ മതിൽ ഹീറോ കയറി നോക്കുമ്പോൾ അവിടെ രക്തത്തിന്റെ പാടുകൾ കാണാം. ഞാൻ അപ്പുറത്ത് ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോ ആ വീടിന്റെ മതിൽ വഴി അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങാണ്. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ചതുപോലത്തെ ഒരു കത്തി ഹീറോയ്ക്ക് കണ്ടുകിട്ടുന്നുണ്ട്, ചെറിയൊരു പേനാക്കത്തി. പെട്ടെന്നാണ് ആ വീട്ടിലെ ഉടമസ്ത്രീ പുറത്തേക്ക് വരുന്നത്. അവരെ കണ്ട ഉടനെ ഹീറോ ഒളിച്ചിരിക്കും. കാരണം ആ നാട്ടിലൊക്കെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിക്കകത്ത് കയറാൻ പാടില്ല. അതിനി പോലീസ് ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും. നമ്മുടെ നാട്ടിലുണ്ട് തോന്നിയാസത്തിന് കയറി ഇറങ്ങുന്ന നാറികൾ. പോട്ടെ, അങ്ങനെ അനുവാദമില്ലാതെ കയറിയാൽ അതിക്രമിച്ച് കയറിയതാണ് എന്നും പറഞ്ഞ് വേറെ കേസ് വരും.
ഹീറോ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഹീറോയുടെ ബാഗിൽ നിന്നും ഒരു പ്രിസ്ക്രിപ്ഷൻ അത് നമ്മുടെ ലേഡി പോലീസിന് കിട്ടുന്നുണ്ട്. അവൾ അത് ഫോട്ടോ എടുത്ത് വെക്കും. അത് കഴിയുമ്പോൾ ഹീറോ ആ അടുത്ത വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ മേർഡർ വെപ്പൺ കണ്ടിട്ടുണ്ട്, അതവിടെയുണ്ട്. അതുപോലെ തന്നെ ഭിത്തിയിലെ രക്തക്കറയും. ആ രക്തക്കറ മതി നമുക്ക് വാറണ്ട് വാങ്ങിക്കാൻ. ഞാൻ ഉടനെ DAക്ക് റിപ്പോർട്ട് അയക്കാൻ പോവാന്നും പറഞ്ഞ് ഹീറോ DAയെ വിളിച്ച് ആ രക്തക്കറയുടെ ഡീറ്റെയിൽസും പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പരിശോധിക്കാൻ വാറണ്ട് വാങ്ങിക്കും. അങ്ങനെ പോലീസുകാരെല്ലാം ഈ വെപ്പൺ കിട്ടിയ അടുത്ത വീട് പരിശോധിക്കുകയാണ്. അവിടെ ഒരു അമ്മയും 18 വയസ്സുള്ള പയ്യനും മാത്രമാണ് താമസിക്കുന്നത്. ആ പയ്യന് ചെറിയ മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ്. ആരെങ്കിലും അവനെ തൊട്ടാലോ ഒച്ച വെച്ചാലോ അവൻ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവും. അവനൊരു പാവം പയ്യനാണെന്ന് അവന്റെ അമ്മ പറയും. അപ്പോഴായിരിക്കും വട്ടി പോലീസുകാരൻ ഈ ചെറുക്കന്റെ മുറിയിൽ നിന്നും എന്തോ കണ്ടെടുത്തു എന്ന് പറയുന്നത്. പോയി നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ പെണ്ണിന്റെ ഒരുപാട് വസ്തുവകകൾ ഇവൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്ക്.